ഇനി നമുക്ക് നോക്കാം विजयनगर और बहमनी वंश। भारत के विंध्याचल से दक्षिण भूभाग पर 2 वर्षों से अधिक समय पर विजयनगर और बहमनी साम्राज्यों का वर्चस्व रहा। അന്നേരം ഭാരതത്തിൻ്റെ ഇന്ത്യയിലെ വിന്ധ്യാചൽ പ്രദേശങ്ങളിൽ 2 വർഷത്തിൽ കൂടുതൽ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ഈ വിജയനഗറും അതുപോലെ തന്നെ ബഹുമനി സാമ്രാജ്യത്തിൻ്റെ वर्चस्व വെച്ചാൽ അവരുടെ ആധിപത്യമായിരുന്നു. वे न सिर्फ शानदार राजधानियों और नगरों को बनाया बल्कि उन्हें उनके भव्य भवनों से सजाया। अगर वे न सिर्फ शानदार राजधानियों और नगरों को बनाया बल्कि उन्होंने क्या भी किया, उन्होंने भव्य भवनों से सजाया। അവർ വലിയ വലിയ ക്യാപിറ്റൽ സിറ്റിയും അതുപോലെ വലിയ വലിയ സിറ്റികളും ഒക്കെ ഉണ്ടാക്കി. അത് മാത്രമല്ല അവരുടെ സമയത്താണ് വലിയ വലിയ ഭവനങ്ങൾ ഉണ്ടാക്കിയത്. कला और साहित्य को बढ़ावा दिया गया, कानून और व्यवस्था का भी ध्यान रखा. അന്നേരം കലയും സാഹിത്യത്തിനും എല്ലാം പ്രോത്സാഹനം ആ സമയത്ത് കൊടുത്ത് അതുപോലെ തന്നെ നിയമങ്ങളും അതുപോലെ തന്നെ നല്ല സിസ്റ്റമാറ്റിക് ഓർഡറിലുള്ള വ്യവസ്ഥകളും എല്ലാം ചെയ്തു. വാണിജ്യ एवं ദസ്ത്കാരിयों का विकास भी हुआ. വാണിജ്യ ബിസിനസ്സും ആ സമയത്ത് ഫ്ലറിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദസ്ത്കാരി എന്ന് വെച്ചാൽ ഹാൻഡ് എംബ്രോയിഡറി വർക്ക്, അതും ആ സമയത്ത് ഒരുപാട് വികസിച്ച സമയമാണ്. മനസ്സിലാവുന്നോടെ പറയാം. ഭാരതത്തിൻ്റെ വിന്ധ്യാചൽ സേ ദക്ഷിൺ ഭൂഭാഗ് വരെ, ആ ദക്ഷിൺ സൈഡ് വരെ 2 വർഷത്തിൽ കൂടുതൽ ആരുടെ ഭരണമായിരുന്നു? വിജയനഗറിൻ്റെയും ബഹുമനി സാമ്രാജ്യത്തിൻ്റെയും ഭരണമായിരുന്നു. അവർ വലിയ വലിയ രാജധാനികൾ അല്ലെങ്കിൽ സിറ്റീസ് ഉണ്ടാക്കി, ക്യാപിറ്റൽ സിറ്റീസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ വലിയ വലിയ നഗരങ്ങളൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്സിനെയൊക്കെ നിർമ്മിക്കുകയും ആ കാലഘട്ടത്തിൽ ചെയ്തു. ആ സമയത്ത് അവർ കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ പ്രോത്സാഹനം കൊടുത്തു. അതുപോലെ തന്നെ നല്ല നിയമങ്ങളും അതുപോലെ തന്നെ അതിനെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതിനെ പാലിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളിലും അവർ ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്ത് ബിസിനസ്സിൻ്റെ സൈഡിലായാലും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി വർക്കിലായാലും ഒരുപാട് വികാസമുണ്ടായ സമയമാണ് ഈ സാമ്രാജ്യത്തിൻ്റെ സമയം. ഏതാ? വിജയനഗർ ഓർ ബഹുമനി സാമ്രാജ്യത്തിൻ്റെ സമയത്ത്. മനസ്സിലായോ? ഇത്രയും പറയുന്നത്? ഇനി അടുത്തത് विजयनगर साम्राज्य की स्थापना. विजयनगर साम्राज्य की स्थापना ഹരിഹർ और बुक्का ने की. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിജയനഗർ സാമ്രാജ്യ की स्थापना किसने की थी? ആരാണ് വിജയനഗർ സാമ്രാജ്യം സ്ഥാപിച്ചത്? അതിന് 2 പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, ഹരിഹർ और बुक्का. മനസ്സിലായോ? അന്നേരം വിജയനഗർ സാമ്രാജ്യ की स्थापना ഹരിഹർ और बुक्का ने की. ഈ കഥാക്ക് അനുസാർ, അന്നേരം ഒരു കഥ പറയുന്നതനുസരിച്ച് പെഹ്ലെ തോ വാരങ്കൽ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലുള്ള സ്ഥലമാണ്. കാക്തിയോ കെ സാമന്ത് രഹെ. അന്നേരം കാക്തിയ വംശത്തിൻ്റെ ആ ഒരു സാമന്ത് അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാരായിരുന്നു എവിടെ ഭരിച്ചിരുന്നത്? ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ വാരങ്കൽ എന്ന് പറയുന്ന സ്ഥലം എന്താ അവർ ഭരിച്ചിരുന്നത്. और फिर आधुनिक कर्नाटक में स्थित കാംബ്ലി രാജ്യമേ മന്ത്രി രഹെ. അതുപോലെ തന്നെ ഈ പുതിയതായിട്ടുള്ള കർണാടകയിൽ ഒരു സ്ഥലമാണ് കാംബ്ലി, അവിടുത്തെ മന്ത്രിയുമായിരുന്നു. एक मुस्लिम विद्रोही को शरण देने के कारण जब काम्बली को मोहम्मद तुगलक ने पराजित किया तब ये दोनों भाई कैद हो गए. അന്നേരം ഇവർ ഈ കാക്കത്തിയ ആൾക്കാരായിരുന്നു. ഇവര് എന്താ वो फिर आधुनिक कहाँ पर स्थित हो गए? स्थित काम्बली राज्य के मंत्री थे. और एक मुस्लिम विद्रोही को शरण देने, ഒരു മുസ്ലിം വിദ്രോഹിയെ അല്ലെങ്കിൽ മുസ്ലിംസിനെ എഗെയിൻസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ശരൺ അല്ലെങ്കിൽ ആശ്രയം കൊടുത്ത കാരണം എന്ത് ചെയ്ത്? जब काम्बली को क्या किया? मोहम्मद तुगलक ने उसे पराजित किया. काम्बली को मोहम्मद तुगलक ने पराजित किया. तब ये दोनों भाई हरिहर और बुक्का क्या हो गए? कैद हो गए. അവിടെ അവരെ അയാളെ അറസ്റ്റ് ചെയ്തു. उन्होंने इस्लाम
अपनाया അങ്ങനെ മുഹമ്മദ് തുഗ്ലക്കിന്റെ ആ പ്രഭാവത്തിൽ അവർ ഏത് മതം സ്വീകരിച്ചു? ഇസ്ലാം മതം സ്വീകരിച്ചു. और विद्रोहियों से निपटने के लिए वहाँ नियुक्त किए गए. എന്നിട്ട് അന്നേരം ഈ ഇസ്ലാം മതം സ്വീകരിച്ച കാരണം മുഹമ്മദ് തുഗ്ലക് എന്തോ ചെയ്ത് അവിടെയുള്ള വിദ്രോഹികളെ എല്ലാം തോൽപ്പിക്കാൻ വേണ്ടി അവരെ അവിടെ നിയോഗിച്ചു. मथुरे का मुस्लिम सूबेदार पहले ही अपने को स्वतंत्र घोषित कर चुका था. അന്നേരം മധുര എന്ന് പറയുന്ന സ്ഥലത്ത് ആ മുസ്ലിം സുബേദാർ എന്ന് പറയുന്ന ആ സ്ഥലത്തെ സ്വതന്ത്രമായിട്ട് മുമ്പേ തന്നെ എന്തോ ഘോഷണ നടത്തിയിട്ടുണ്ടായിരുന്നു. तथा मैसूर के होयसाला शासक और वारंगल के शासक भी स्वतंत्र होने का प्रयत्न कर रहे थे. ആ സമയത്ത് മൈസൂർക്കെ ഹോയ്സാലയുടെ ശാസക്കും അതുപോലെ തന്നെ വാരങ്കലിന്റെ ശാസക്കും അവരവരുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. शीघ्र ही हरियर और बुक्का ने अपने मालिकों को और उनके धर्म को त्याग दिया. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു അവസരം കിട്ടിയപ്പം ഇവർ ആദ്യം മുഹമ്മദ് തുഗ്ലക്കിനെ എന്താ ഇവരെ കൈദികളാക്കിയിരുന്നു. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മുഹമ്മദ് തുഗ്ലക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ രണ്ട് ബ്രദേഴ്സും ഹരിയർ ബുക്ക എന്ത് ചെയ്ത് ഇസ്ലാം മതം സ്വീകരിച്ച് എന്നിട്ട് മുഹമ്മദ് തുഗ്ലക്കിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്ത കാരണം മുഹമ്മദ് തുഗ്ലക്ക് എന്തോ ചെയ്തിരുന്നു? ആ അവിടെ അവിടുത്തെ വിദ്രോഹികളെയെല്ലാം അടിച്ചമർത്താൻ വേണ്ടി അവിടെ നിയോഗിച്ചിട്ട് മുഹമ്മദ് തുഗ്ലക്ക് അങ്ങ് പോയി. അന്നേരം ആ സമയത്ത് പല സ്ഥലങ്ങളിലും അവരവരുടെ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഇപ്പം തന്നെ മധുരയിലെ മുസ്ലിം സുബേദാർ पहले ही क्या कर चुका था? अपने को स्वतंत्र घोषित कर चुका था. മൈസൂരിലും ഹൊയ്സാല ശാസകം വാരങ്ങളുടെ ശാസകം സ്വതന്ത്രനാവാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേ ഇരുന്നു. പെട്ടെന്ന് തന്നെ ഈ മുഹമ്മദ് തുഗ്ലക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇസ്ലാം ധർമ്മം അവർ ത്യജിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ കളഞ്ഞിട്ട് ഹരിഹറും ബുക്ക ने अपने मालिकों को और उनके धर्म को क्या कर दिया? त्याग दिया. മാലിക് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് തുഗ്ലക്കിനെ ത്യജിച്ചു. അതുപോലെ തന്നെ ധർമ്മത്തെ അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മവും അയാൾ വേണ്ടാന്ന് വെച്ചു. अपने गुरु विद्यारण्य के निर्देश पर वे फिर से हिंदू धर्म में शामिल किए गए. എന്നിട്ട് ഇവരുടെ ഗുരുവിന്റെ പേരെന്താണ്? ഹരിയർ ബുക്കയുടെ വിദ്യാരണ്യ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിയറും ബുക്കയുടെയും ഗുരുവിന്റെ പേരാണ് വിദ്യ ആരണ്യ. അന്നേരം വിദ്യ ആരണ്യയുടെ നിർദ്ദേശത്തോടു കൂടി അതിൻ്റെ ഓർഡർ പാലിച്ചിട്ട് പിന്നെയും ഹിന്ദു ധർമ്മം സ്വീകരിക്കുകയും അതുപോലെ തന്നെ വിജയനഗർക്കും അപ്നി രാജധാനി ബനായ. എന്നിട്ട് വിജയനഗറിനെ അവരുടെ സ്വന്തം ക്യാപിറ്റൽ സിറ്റിയാക്കി മാറ്റുകയും ചെയ്തു. മനസ്സിലായോ ഇത്രയും? മനസ്സിലായോ? हरिहर के राज तिलक को 1336 ईस्वी की घटना बताया जाता है. ഇതൊരു കഥ അല്ലെങ്കിൽ മുമ്പേ ഒരു ഹിസ്റ്റോറിയൻസ് പറഞ്ഞ ഒരു കഥയാണ്. ഈ ഹരിഹർ എന്ന് പറയുന്നത് ഹരിഹറിനെ രാജ് തിലക് എന്ന് വെച്ചാൽ രാജാവാക്കാനായിട്ട് ഉള്ള സംഭവം നടന്ന വർഷം എന്ന് പറയുന്നത് 1336 ईस्वीലാണ് അല്ലേ? पहले तो मैसूर के होयसाला शासक और मदुरई के सुल्तान दोनों से इस नए राज्य को टकराना पड़ा. അന്നേരം പെഹലെ ആദ്യം എന്ത് ചെയ്യേണ്ടി വന്ന് മൈസൂർ കെ ഹോയ്സാല ശാസകം അതുപോലെ തന്നെ മധുരയുടെ സുൽത്താൻ ഇവര് दोनों से इसे क्या करना पड़ा? इस नए राज्य को टकरा. ഈ പുതിയ രാജ്യത്തിന് ഇവരുമായിട്ട് സംഘർഷം ചെയ്യേണ്ടി വന്നു. മധുരൈ ക സുൽത്താൻ മഹത്വകാംക്ഷി ഥ. മധുരയുടെ സുൽത്താൻ എന്ന് പറയുന്നത് ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു. ഉസ്നെ ഹോയ്സാല ശാസകോ ഹറായ. അങ്ങനെ ഹോയ്സാലയുടെ ആ ഒരു രാജ്യം കൂടെ കിട്ടാൻ വേണ്ടി അവിടുത്തെ രാജാവിനെ തോൽപ്പിച്ചു. और मार डाला. എന്നിട്ട് കൊന്നും കളഞ്ഞു. यह लाभ उठाकर ഇത് പ്രയോജനപ്പെടുത്തിയിട്ട് ഹരിഹർ और बुक्का ने अपने रजवाड़े को फैला दिया. അന്നേരം ഈ ഒരു സംഭവം പ്രയോജനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്ത് ഈ ഹരിഹറും ബുക്കയും അവരുടെ ആ ഒരു പ്രദേശം അവരുടെ ആ പ്രദേശങ്ങൾ അവർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. 1346 ईस्वी तक पूरा होयसाला राज्य വിജയനഗർ കെ ശാസകോ കെ ഹാത്തോ പർ ആ ചുക്കാ. അങ്ങനെ 1346 അയച്ചു. അവർ തമ്മിൽ തമ്മിലുള്ള അടിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അവർ തോറ്റ്. അങ്ങനെ ഹരിഹറും ബുക്കയും അവിടുത്തെ എല്ലാ രാജ്യങ്ങളെയും അവരുടെ രാജ്യത്തിലോട്ട് ചേർക്കാൻ തുടങ്ങി. 1346 ईस्वी तक पूरा होयसाला राज्य किसके हाथों में आ गया? विजयनगर के शासकों के हाथों में आ चुका था.
इस संघर्ष में हरिहर और बुक्का की सहायता उनके भाइयों और संबंधियों ने की. അന്നേരം ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ആരൊക്കെ സഹായിച്ചു? ഈ ഹരിഹറും ബുക്കയും അവരുടെ ഭായി അല്ലെങ്കിൽ സഹോദരന്മാരും അവരുടെ ബന്ധുക്കളും ഇതിന് സഹായിച്ചു. ജിനോനെ വിജിത് പ്രദേശവും പ്രശാസൻ സമാഹ. എന്നിട്ട് ഇവരായിരുന്നു ആ ജയിച്ച പ്രദേശങ്ങളിൽ അവർ ഭരിച്ചിരുന്നത്. 1356 ईस्वी में हुक्का अपने भाई की मौत के बाद विजयनगर की गद्दी पर बैठा. അങ്ങനെ 1336ലാണ് ഈ എന്തോ സംഭവിച്ചത്? ഈ ആദ്യമായിട്ട് ഹരിഹർ രാജാവായത് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ സമയം 1356 ആയപ്പോഴത്തേക്ക് ബുക്ക അപ്നെ ഭായിക്ക് മോത്ത് പർ ഹരിഹർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അതിൻ്റെ അനന്തരാവകാശിയായിട്ട് ആര് വന്ന്? ബുക്ക വന്നു. മനസ്സിലായി? 1356 अपने भाई की मौत के बाद विजयनगर की गद्दी पर बैठा और 1377 ईस्वी तक शासन करा. 56 തൊട്ട് 77 വരെ ആര് ഭരിച്ചിരുന്നു? ബുക്ക ഭരിച്ചു. അന്നേരം സ്വന്തം സഹോദരൻ മരിച്ച സഹോദരൻ്റെ പേരെന്താണ്? ഹരിഹർ ഇല്ലേ? ഹരിഹർ മരിച്ച് കഴിഞ്ഞപ്പം 1356 തൊട്ട് ബുക്കായിരുന്നു അവിടുത്തെ വിജയനഗറിൻ്റെ രാജാവായതും. പിന്നെ 1377 വരെ ബുക്കയാണ് ആ രാജ്യം ഭരിച്ചിരുന്നത്. മനസ്സിലായോ? ഇത്രയും देखो, विजयनगर साम्राज्य और दक्षिण और उत्तर के अनेक राज्यों के बीच ടക്രാവ് ഹുവ. അങ്ങനെ വിജയനഗർ സാമ്രാജ്യവും അതുപോലെ തന്നെ ദക്ഷിണം നോർത്തും സദേൺ സൈഡിലെ പല രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടേ ഇരുന്നു. दक्षिण में मदुरई का सुल्तान उसका प्रमुख प्रतिद्वंदी था. അന്നേരം ദക്ഷിൺ സൗതേൺ സൈഡിലെ മധുരയുടെ സുൽത്താൻ ആയിരുന്നു ഏറ്റവും വലിയ പ്രതിദ്വന്ദി, വെച്ചാൽ ഏറ്റവും വലിയ ശത്രു. ഉൻകാ സംഘർഷ് ലഗ്ഭഗ് 4 ദശകോं तक चलता रहा. അത് ഒരുപാട് നാൾ വരെ ഈ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. 1377 ईस्वी तक मदुरई के सल्तनत नष्ट हो गई. അങ്ങനെ 1377 ആയപ്പോഴത്തേക്ക് മധുരയുടെ ആ ഒരു സൽത്തനത്ത് ഇല്ലാതായി. इस समय रामेश्वरम तक पूरा दक्षिण भारत വിജയനഗർ സാമ്രാജ്യമേ ഷാമിലും. ആ സമയം ആയപ്പോഴത്തേക്ക് 1377 വരെ ആയപ്പോഴത്തേക്ക് രാമേശ്വരം തൊട്ട് ഈ ദക്ഷിൺ ഭാരത് മൊത്തം ആര് സാമ്രാജ്യത്തിലോട്ട് വന്ന്? വിജയനഗർ സാമ്രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു. इसमें തമിഴ് പ്രദേശ് തഥാ ചേരോ കെ കേരൾ പ്രദേശ് भी थे. ഇതിനകത്ത് തമിഴ് പ്രദേശും അതുപോലെ തന്നെ കേരൾ പ്രദേശും ഉണ്ടായിരുന്നു. ഈ ദക്ഷിൺ ഭാരതത്തിനകത്ത് തമിഴും അതുപോലെ തന്നെ കേരളിൻ്റെ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. लेकिन उत्तर में विजयनगर का स्थान बहमनी साम्राज्य से हुआ तुंगभद्रा के दोआब में, कृष्णा गोदावरी के कच्चार में और मराठवाड़ा प्रदेश में. അന്നേരം ഉത്തർ സൈഡിൽ എന്ന് വെച്ചാൽ ദക്ഷിൺ സൈഡിൽ തമിഴ് പ്രദേശ്, ചേര എല്ലാം വിജയനഗറിലായിരുന്നു. പിന്നെ നോർത്തേൺ സൈഡിലെന്ന് പറയുന്നത് ഈ ബഹമനി സാമ്രാജ്യ, അതുപോലെ തന്നെ തുംഗ്ഭദ്രാക്ക് ദോആബ് എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയാണ് അവിടുത്തെ, അതും അതുപോലെ കൃഷ്ണ ഗോദാവരിക്ക് കച്ചാർമേ എന്ന് വെച്ചാൽ കൃഷ്ണ ഗോദാവരിയുടെ ആ കരയ്ക്കുള്ള ഭാഗവും, അതുപോലെ മാർവാഡ പ്രദേശ്, ഇതെല്ലാം ഇതിൽ വന്ന് വിജയനഗർ സാമ്രാജ്യത്തിലേക്ക് വന്നു. तुंगभद्रा का दोआब कृष्णा और तुंगभद्रा नदियों के बीच का क्षेत्र था. അന്നേരം തുംഗഭദ്ര എന്ന് പറയുന്നത് ഈ തുംഗഭദ്രയുടെ ദോആബ് എന്ന് പറയുന്നത് കൃഷ്ണയും അതുപോലെ തന്നെ തുംഗഭദ്ര നദിയുടെ ആ ഇടയ്ക്കുള്ള ഭാഗമായിരുന്നു. अपनी संपदा और आर्थिक संसाधनों और विदेशी व्यापार का केंद्र होने के कारण पहले चालुक्यों और चोलों के बीच तथा बाद में यादवों और होयसालों के बीच टकराव का कारण रह चुका था. അന്നേരം ഈ ദോആബ് പ്രദേശം എന്ന് പറയുന്നത് തുംഗഭദ്രയുടെ ദോആബ് പ്രദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ സമ്പത്തുള്ള ഒരു ലാൻഡ് ആയിരുന്നു. മനസ്സിലായോ? അന്നേരം ഇത് കാരണം അപ്പനി സമ്പത്ത और आर्थिक संसाधनों के कारण എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു അതിൻ്റെ ആ ഒരു നല്ല ഒരു ഭൂമിയും അതുപോലെ നല്ല ഫിനാൻഷ്യൽ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്ന കാരണവും और विदेशी व्यापार का केंद्र होने के അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയ കാരണം ഇത് ഈ ഒരു ഭൂമിക്ക് വേണ്ടി മുമ്പേ ചാലുക്യയും അതുപോലെ തന്നെ ചോല ഇവർ തമ്മിൽ ഈ വംശവർ തമ്മിലും ഈ പ്രദേശത്തിന് വേണ്ടി യുദ്ധം നടന്നിരുന്നു. അതുപോലെ തന്നെ യാദവും ഹൊയ്സാളുടെ ഇടയിലും ഈ ഭൂമിക്ക് വേണ്ടി യുദ്ധമുണ്ടായിരുന്നു. मराठा प्रदेश में प्रमुख विवाद कांकन और उसकी ओर जाने के क्षेत्र पर नियंत्रण से संबंधित था. അന്നേരം ഈ മറാഠ പ്രദേശിൻ്റെ മെയിൻ ആയിട്ടുള്ള വിവാദ വെച്ചാൽ കോങ്കൺ എന്ന് പറയുന്ന സ്ഥലമാണ്. और उसकी ओर जाने के क्षेत्र पर നിയന്ത്രണം അതിനെ ആര് കൺട്രോൾ ചെയ്യുക അതിനെ ഉള്ള ഒരു തർക്കമായിരുന്നു. യഹ് അത്യന്ത് ഉപജാവ് ഭൂമി थी. ഇത് ഭയങ്കരമായിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു. തഥാ ഇസ്മേ ഗോവ ക ബന്ദർഗാഹ് ഭി ആതാ था. അതുപോലെ തന്നെ ഇതിനകത്തായിരുന്നു ഗോവയുടെ പോർട്ടും വരുന്നത്. जो इस क्षेत्र की पैदावारी की निकासी का महत्वपूर्ण रास्ता था. അന്നേരം ഈ പോർട്ടായിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഉള്ള ഈ ഓരോന്ന് വിളവെല്ലാം ഉണ്ടാവത്തില്ലേ, അന്നേരം അതിൻ്റെ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പനയുടെ ഏറ്റവും വലിയൊരു മാർഗം ഈ സ്ഥലമായിരുന്നു, ഈ ഒരു ഗോവയുടെ ഈ പോർട്ടായിരുന്നു. മനസ്സിലായെന്ന് വെച്ചാൽ കൊങ്കൺ എന്ന് പറയുന്ന ആ സ്ഥലം അത് ഗോവയുടെ ഒരു പോർട്ടും അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തായിരുന്നു അത് ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് കാരണം ഇഷ്ടം പോലെ ഫലങ്ങളും ഇല്ലേ ഇതെല്ലാം ഉണ്ടാവുമായിരുന്നു. അത് കാരണം അവിടെ ഒരു വലിയൊരു ബിസിനസ് സെൻറ്റർ തന്നെയായിരുന്നു ഈ ഗോവയുടെ പോർട്ട്. ഇറാൻ और ഇറാഖ് से ऊंदा नस्ल के घोड़ों के आयात का भी स्थान था. അതുപോലെ ഇറാൻ ഇറാഖിൽ നിന്നും നല്ല നല്ല ബ്രീഡിൻ്റെ ഘോഡ എന്ന് വെച്ചാൽ ഹോഴ്സ് നമ്മളിവിടുന്ന് അവിടെ നിന്നായിരുന്നു ഇമ്പോർട്ടായി വന്നുകൊണ്ടിരുന്നത്. ഇനി കാരണോസെ യുദ്ധാരിന ഈ സ്ഥലത്തിന് വേണ്ടി അതുകൊണ്ട് ഈ ഒരു ഇത്രയും വലിയ ഒരു സമ്പത്തുള്ള ഒരു സ്ഥലം കാരണം എന്നും ഈ സ്ഥലത്തിന് വേണ്ടി എല്ലാ രാജാക്കന്മാരും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടേ ഇരുന്നു. युद्ध के उपरांत दोनों पक्ष गांवों एवं नगरों को ढूंढते और जलाते थे. അന്നേരം ഇവരെല്ലാം മുമ്പ് എന്താ ഇതിനു വേണ്ടി എല്ലാവരും യുദ്ധം ചെയ്തിട്ടുണ്ട് ഇല്ലേ. അന്നേരം യാദവരായാലും ഹൊയ്സാല ആയാലും ചാളുക്യ ആയാലും ചോല ആയാലും ഇവരെല്ലാം ഈ ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടേ ഇരുന്നു. അന്നേരം ഇത് യുദ്ധത്തിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത് ആ രണ്ട് ദോനോ പക്ഷി ഗാവോ നഗരവും ക്യാ കർ ദിയാ ജാത്തത് രണ്ട് സൈഡിലെയും ഗാവും നഗരവും എല്ലാം റോന്തെ ഹോ ജാതെ ഇല്ലാതാക്കി ആ ചവിട്ടി മെതിച്ച് കളയുകയും അതുപോലെ കത്തിച്ച് കളയുകയും ചെയ്യുമായിരുന്നു. പുരുഷോ സ്ത്രീയോ ബച്ചോ കൈദ് കർക്കെ ഗുലാമോ की तरह बेचते थे. അന്നേരം അവിടുത്തെ പുരുഷന്മാരെ സ്ത്രീകളെ അതുപോലെ കുട്ടികളെ എല്ലാം കൈദികളാക്കിയിട്ട് ഗുലാമാക്കി അവരെ വിൽക്കുകയും ചെയ്യുമായിരുന്നു. മനസ്സിലായോ? മനസ്സിലായോ? അന്നേരം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് വെക്കണ്ടേ അല്ലെങ്കിൽ പഠിച്ചു വെക്കണ്ടേ എന്ന് പറയുന്നത് ഈ വിജയനഗർ സാമ്രാജ്യം എവിടം തൊട്ട് എവിടം വരെ സ്പ്രെഡായിരുന്നു. മനസ്സിലായില്ലേ? അത് രാമേശ്വർ തൊട്ട് ദക്ഷിൺ ഭാരത് के विजयनगर साम्राज्य में शामिल था. പിന്നെ അത് കഴിഞ്ഞ് इसमें तमिल प्रदेश चेरों के केरल प्रदेश പിന്നെ उत्तर में विजयनगर तथा बहमनी साम्राज्य से हुआ. മനസ്സിലായില്ലേ? പിന്നെ അതിനകത്ത് तुंगभद्रा के दोहा में കൃഷ്ണ ഗോദാവരി के कच्चार में और मारवाड़ा प्रदेश में. പിന്നെ വേറെ ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തുംഗ്ഭദ്ര കാ ദോ ആബ് എന്ന് പറയുന്ന സ്ഥലം എന്താണ് മനസ്സിലല്ലേ, അത് എവിടെയാണ് ഉള്ളത്? അത് യഥാർത്ഥത്തിൽ കൃഷ്ണയും और തുംഗ്ഭദ്ര നദി के बीच का क्षेत्र है. മനസ്സിലല്ലേ? അന്നേരം അത് എന്തിനു വേണ്ടിയാണ് ഫേമസ്? അതിന് ഫേമസ് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ സമ്പത്ത तथा आर्थिक संसाधनों और विदेशी व्यापार का केंद्र होने के कारण. इसके कारण क्या चल रहा था? चालुक्यों चोलों के बीच यादव और होसालों के बीच टकराव का कारण रह चुका था. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ कोंकण സ്ഥലം ഇല്ലേ, भारत प्रदेश के मराठा प्रदेश में प्रमुख विवाद का क्षेत्र दूसरा कौन सा था? कोंकण प्रदेश इले. और यह इस प्रदेश कोंकण था और उसके क्षेत्र में नियंत्रण से संबंधित हमेशा क्या रहता था? संघर्ष लगा रहता था.
അന്നേരം ഈ ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡായിരുന്നു. അത് മാത്രമല്ല, ഗോവയുടെ ഏറ്റവും വലിയ പോർട്ടും അവിടെ തന്നെയായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. അത് കാരണം ഒരുപാട് ബിസിനസ്സുകൾ അവിടെ നടക്കുകയും അതുപോലെ ഇറാഖിൽ നിന്നുമൊക്കെ വലിയ വലിയ നല്ല ബ്രീഡ് ആയിട്ടുള്ള ഘോടയൊക്കെ അവിടെ എന്താ കൊണ്ടുവരുമായിരുന്നു, അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇത് കാരണം എപ്പോഴും ഈ ഒരു സ്ഥലത്തിന് വേണ്ടി യുദ്ധം നടക്കുകയും അതുപോലെ യുദ്ധത്തിന്റെ യഥാർത്ഥത്തിൽ റിസൾട്ട് എന്ന് വെച്ചാൽ രണ്ട് പക്ഷത്തെ ഗാവും അതുപോലെ നഗരം ഇല്ലാതാക്കുകയും കത്തിച്ചു കളയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പുരുഷന്മാരെയും സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളെയെല്ലാം ആ, കൈത് ചെയ്തിട്ട് ഗുലാമാക്കി മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യുമായിരുന്നു. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മിസ്. इन 1367 में बुक्का प्रथम ने तुंगभद्रा के दो आप से मुदकल किले पर हमला किया. 1367 बुक्का प्रथम आरंदे तुंगभद्रा के दो आप में उन्होंने मुदकल किले पर उन्होंने क्या किया? हमला किया, आक्रमिച്ചു. उन्होंने एक आदमी को छोड़ ഒരു വ്യക്തിയെ പോലും വിടാതെ പൂരി ഛാവനി को मौत के घाट उतार दिया. അന്നേരം അവിടുത്തെ ആ കിലയിലുള്ള ആ ചാവടി എന്ന് പറഞ്ഞാൽ ആ ഒരു കിലയിലുള്ള ആ ഫോർട്ടിലുള്ള ഒരു വ്യക്തിയെ പോലും മിച്ചം വെക്കാതെ എല്ലാരെയും കൊന്നു. ഈ ഖബർ ബഹമനി സുൽത്താൻകു മിലി. അന്നേരം അവിടുത്തെ ഈ ഒരു ന്യൂസ് ആർക്കെത്തിച്ചേർന്ന്? ബഹമനി സുൽത്താന് എത്തി. तो वे क्रुद्ध हो गए. ഇത് കേട്ട അവർക്ക് ദേഷ്യം വന്നു. और വിജയനഗർ पर हमला किया. അങ്ങനെ വിജയനഗരത്തിനടുത്ത് हमला ചെയ്തു, ആക്രമിച്ചു. इस युद्ध में विजयनगर का राजा हार गया. ഈ ഒരു യുദ്ധത്തിൽ വിജയനഗറിന്റെ രാജാവ് തോറ്റ്. और जंगलों में भाग गया. അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി ഫോറസ്റ്റിലേക്ക് ഓടി മറഞ്ഞു. इस युद्ध में पहली बार तोपों का उपयोग किया था. അന്നേരം ആദ്യമായിട്ട് തോപ്പ് ഉപയോഗിച്ചത് ഏത് ഈ ഒരു യുദ്ധത്തിലായിരുന്നു. ആര് യുദ്ധം ചെയ്തപ്പം? ഈ ബഹമനി സുൽത്താൻ ഈ വിജയനഗറിൽ ആക്രമിച്ചപ്പം ആദ്യമായിട്ടാണ് തോപ്പ് യൂസ് ചെയ്തത്. बहमनी सुल्तान की विजय का श्रेय उनके बेहतर तोपखाने और अधिक कारगर सवार सेना को जाता है. അങ്ങനെ ബഹമനി സുൽത്താൻ ജയിച്ചതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ തോപ്പുള്ള കാരണം, നല്ല നല്ല തോപ്പും അതുപോലെ തന്നെ നല്ല നല്ല വെപ്പൻസും ഉള്ളത് കാരണമാണ്, വെപ്പനുള്ള ഒരു സേനയുള്ള കാരണമാണ് അവർ ജയിച്ചത്. इस युद्ध में बहमनी सुल्तान ना तो राजा को पकड़ सके ना उसकी राजधानी पर अधिकार जमा सके. പക്ഷേ ഈ യുദ്ധത്തിൽ ബഹമനി സുൽത്താന് പക്ഷെ രാജാവിനെ പിടിക്കാനും പറ്റില്ല. വെച്ചാൽ രാജാവ് രക്ഷപ്പെട്ട് ജംഗലിൽ ഒളിച്ചു പോയി ഇല്ലേ. और ना उनकी राजधानी पर अधिकार जमा सके. അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ സിറ്റിയെ അവരുടെ അധികാരത്തിൽ കൊണ്ടുവരാനും സാധിച്ചില്ല. इसलिए दोनों के बीच संधि करने का निश्चय किया. അത് കാരണം തമ്മിൽ താൻ ഒരു സന്ധി ചർച്ച നടത്താൻ തീരുമാനിച്ചു. സന്ധി के अनुसार दो आप दोनों के बीच बांट दिया गया. അങ്ങനെ സന്ധിയിൽ എന്താണ് കോംപ്രമൈസ് നടന്നത്? ഈ ദോ ആബ് ഭൂമി എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ ഡിവൈഡ് ചെയ്തെടുത്തു. और युद्ध के दौरान बेरहमी ना बरती जाए. അതുപോലെ യുദ്ധം ചെയ്യുമ്പം ഇതുപോലെ എന്താ വെറും ഹൃദയമില്ലാത്ത പ്രവർത്തികൾ ചെയ്യരുതെന്ന് പറഞ്ഞു. इसलिए निश्चय हुआ कि आगे के युद्धों में असहाय और निहत्थे निवासियों का वध न किया जाए. അന്നേരം ഇനി പിന്നെ വേറെ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു കരാർ ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ ഇനി യുദ്ധം നടന്നു കഴിഞ്ഞാൽ അസഹായമായിട്ടുള്ളവരും അതുപോലെ തന്നെ ഈ വെപ്പൻസ് ഇല്ലാത്തവരെയും അവർ വധിക്കത്തില്ലെന്ന്. इसके कारण दक्षिण भारत के युद्धों में निर्मम जनसंहार की घटनाओं की कमी आई. അങ്ങനെ ഈ ദക്ഷിൺ ഭാരതത്തിൽ ഇത് കാരണം ദക്ഷിൺ ഭാരതത്തിലെ യുദ്ധങ്ങളിൽ ഈ ഹൃദയമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നിർമ്മമായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നതും അങ്ങനത്തുള്ള സംഭവങ്ങൾ പറയാൻ തുടങ്ങി. ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മിസ്. ആ, ബഹമനി സുൽത്താൻ ने ഗോൾഗുണ്ട को अपनी सीमा करार दिया. അങ്ങനെ ബഹമനി സുൽത്താൻ എന്ത് ചെയ്ത് ഗോൾഗുണ്ട എന്ന് പറയുന്ന സ്ഥലത്തിനെ अपनी സീമ വെച്ചാൽ ഒരു ബൗണ്ടറി ഏരിയ ആയിട്ട് करार എഴുതി. और वादा किया कि वे या उनके उत्तराधिकारी वारंग पर आगे अतिक्रमण नहीं करेंगे. എന്നിട്ട് അവർ
പ്രോമിസും ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താ, ഇനി എന്താ അവരുടെ ഉൻകെ ഉത്തരാധികാരി വാരംഗ് എന്ന് വെച്ചാൽ അവരുടെ ഇനി വരുന്ന ഉത്തരാധികാരി പോലും വാരങ്കലിൽ വന്ന് അവര് ആക്രമിക്കത്തില്ലെന്ന്. इस समझौते को पक्का करने के लिए മോത്തി മാണിക് സെ ജഡ തഖ്ത് ഭേന്റ് കിയ. അന്നേരം ഈ ഒരു കോംപ്രമൈസിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്ത്, ഈ മുത്തുകളും അതുപോലെ തന്നെ മണികളും ഒക്കെ പിടിപ്പിച്ച് വലിയൊരു ത്രോൺ തന്നെ ഭേണ്ടായിട്ട് അല്ലെങ്കിൽ പുരസ്കാരമായിട്ട് കൊടുക്കുകയും ചെയ്തു. സംഝോത്ത 50 വർഷോ സെ അധിക് സമയത്ത് ജാരി രഹ. ഈ ഒരു കോംപ്രമൈസ് 50 വർഷത്തിൽ കൂടുതൽ സമയം വരെ അതേപോലെ അവർ പാലിക്കുകയും ചെയ്തു. അത് ഓർത്തു വെച്ചേക്കണം, എത്ര വർഷം വരെ അവർ പാലിച്ച്? 50 വർഷത്തിൽ കൂടുതൽ ഈ കാര്യം പാലിച്ചു. അവർ ഈ ഒരു കോംപ്രമൈസിന് വേണ്ടി എന്ത് ചെയ്ത്, ഒരു മോത്തി മാണിക് സെ ജഡ തഖ്ത് എന്ന് പറയുന്നത്, തഖ്ത് എന്ന് വെച്ചാൽ ത്രോൺ, അവര് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. हरिहर द्वितीय की मृत्यु के बाद ദേവറായ് പ്രഥം സിംഹാസൻ റൂട്ട് हुए. അങ്ങനെ ഹരിഹർ ദ്വിതീയ മരിച്ചു കഴിഞ്ഞ് അടുത്തത് ദേവറായ് പ്രഥം ആണ് ആ സിംഹാസനത്തിൽ ഇരുന്നത്. उनके शासन के आरंभ काल में तुंगभद्रा को लेकर फिर युद्ध हुआ. അന്നേരം അയാൾ ഭരിക്കുന്ന ആദ്യ സമയത്ത് പിന്നെയും എന്തോ ചൊല്ലി യുദ്ധം നടന്ന്, തുംഗഭദ്രയുടെ സ്ഥലവും ചൊല്ലി യുദ്ധം നടന്നു. വേ ബഹ്മനി സുൽത്താൻ ഫിറോസ് ഷാ കെ ഹാത്തോ ഹാരെ. അങ്ങനെ ബഹ്മനി സുൽത്താൻ ഫിറോസ് ഷായുടെ മുമ്പിൽ അയാൾ തോറ്റുപോയി. और उन्हें हर्जाने के रूप में 10 लाख खून, मोती मणिक और ഹാത്തി ദേനെ പടെ. അങ്ങനെ ഈ ഹർജാൻ എന്ന് വെച്ചാൽ അതിൻ്റെ അവർ കോംപ്രമൈസ് എല്ലാം ചെയ്തല്ലായിരുന്നു, ചെയ്തില്ല, പക്ഷെ ഇയാളാണ് ആദ്യ യുദ്ധം ചെയ്ത്. അന്നേരം അതിൻ്റെ ഒരു ഫലമായിട്ട് 10 लाख കൂടുതൽ കുറേ സ്വർണങ്ങളും ആനകളും ഒക്കെ ഇയാൾക്ക് കൊടുക്കേണ്ടി വന്നു. सभी भावी विचारों से बचने के लिए उन्हें सुल्तान से अपनी बेटी ब्याने तथा दहेज में 2 आप में स्थित बांकापुर देने पड़े. അങ്ങനെ ആ ഭാവി വിചാരോ സെ ബച്ചനെ വെച്ചാൽ പിന്നെയും യുദ്ധം തടയാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്ന്, ആ സുൽത്താന് സ്വന്തം മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വന്ന്, അതുപോലെ തന്നെ ഡബറിയായിട്ട് ആ ആബിൻ്റെ ഉള്ള അവർക്ക് കിട്ടിയ ആ ബാങ്കാപൂർ എന്ന് പറയുന്ന സ്ഥലവും കൊടുക്കേണ്ടി വന്ന്. पर यह विवाह अपने आप में शांति नहीं ला सकता था. പക്ഷേ ഈ ഒരു കല്യാണം കൊണ്ട് ഒരിക്കലും അവിടെ സമാധാനം വന്നില്ല. कृष्णा गोदावरी नदी को लेकर उन दोनों के तथा उड़ीसा के बीच फिर टकराव हुआ. പിന്നെയും ഈ കൃഷ്ണ ഗോദാവരി നദിയുടെ സ്ഥലങ്ങളും അതുപോലെ തന്നെ അത് കാരണം ഇവർ തമ്മിൽ പിന്നെ യുദ്ധം നടന്നുകൊണ്ടേ ഇരുന്നു. ദേവരാജ് ഫിറോസ് ബഹ്മനി को करारी मात देने और कृष्णा नदी के मुहाने तक पूरे रेड्डी क्षेत्र को हथियाने में सफल रहा. അങ്ങനെ ദേവരാജ് ഫിറോസ് ബഹ്മനിക്ക് കരാറി മാത്തേന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റത്തില്ല, ഇനി യുദ്ധം ചെയ്യലും എന്നൊക്കെ ഉള്ള ഒരു കരാർ ചെയ്തിരുന്നു. പക്ഷെ ആ കരാറിൻ്റെ ഇല്ലാതാക്കി, ദേവരാജ് ഫിറോസ് ഇല്ലാതാക്കി. അങ്ങനെ എല്ലാം ഇത് ചെയ്തിട്ട് കൃഷ്ണ നദിക്ക് മുഹാനെ തക് പൂരെ റെഡ്ഡി ക്ഷേത്ര को हथियाने में सफल रहा. എന്ന് വെച്ചാൽ ആ കൃഷ്ണ നദിയുടെ ആ സ്ഥലങ്ങളെല്ലാം സ്വന്തം കൈവശപ്പെടുത്താനും അയാൾ സക്സസ് ആയി. ഉനോനെ തുംഗഭദ്ര पर एक बांध बनवाया. അങ്ങനെ തുംഗഭദ്രയിൽ ഒരു ഡാം കെട്ടിച്ചു. ताकि जल की कमी दूर करने के लिए नगर में नहरें ला सके. ഇതിനു വേണ്ടി ഈ വെള്ളത്തിൻ്റെ കുറവ് ഇല്ലാതാക്കാൻ വേണ്ടി ആ സിറ്റികളിലൊക്കെ വലിയ കനാൽ കെട്ടാൻ വേണ്ടിയാണ് അവിടെ ഡാം കെട്ടിയത്. അന്നേരം ആരാണ് ഈ തുംഗഭദ്രയിൽ ബാന്ത് കെട്ടിച്ചത്? ആരാ കെട്ടിയത്? ദേവരാജ് ഫിറോസ്. അതൊക്കെ ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കും, ഓർത്ത് വെച്ചേക്കണം. ദേവരാജ് ഫിറോസ് ആണ് തുംഗഭദ്രയുടെ അവിടെ ഒരു ഡാം കെട്ടിയത്. എന്തിനു വേണ്ടിയാണ് കെട്ടിയെന്ന് പറയുന്നത്? വെള്ളത്തിൻ്റെ കുറവ് ഇല്ലാതാക്കാൻ വേണ്ടി ആ സിറ്റിയിലൊക്കെ ഓരോ കനാൽ കെട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. इससे खेतों की सिंचाई भी होने लगी. അങ്ങനെ കൃഷിഭൂമിയിലെല്ലാം നല്ല രീതിയിൽ ആ വെള്ളത്തിൽ നിന്നും വെള്ളം ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. ഉൻകി ആയ് കി വൃദ്ധി ബി ഹോനെ ലഗി. അതുപോലെ അത് കാരണം ഇഷ്ടംപോലെ നല്ല വിളവായ കാരണം ഇഷ്ടംപോലെ ഇൻകമും ഉണ്ടാവാൻ തുടങ്ങി. ഉനോനെ ഹരിത് നദി പർ ബാന്ത് ബൻവായ. അതുപോലെ ഹരിത് നദിയിലും ഡാം കെട്ടി. ദേവരായ് ദ്വിതീയ
इस वंश का सबसे മഹാൻ ശാസഗ്രഹ അന്നേരം ദേവ്രായ് ദ്വിതീയ ഈ വംശത്തിൻ്റെ ഏറ്റവും മഹാനായ രാജാവായിരുന്നു. അന്നേരം വേണമെങ്കിൽ ചോദിക്കും, ഇത് ഈ വംശത്തിൻ്റെ ഏറ്റവും മഹാനായ ശാസക് ആരായിരുന്നു? അന്നേരം ദേവ്രായ് ദ്വിതീയാണ്. सेना को मजबूत बनाने के लिए दिल्ली सल्तनत की सेनाओं की अनेक विशेषताओं को शामिल किया गया. അന്നേരം സേന നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടി ദില്ലി സൽത്തനത്തിൻ്റെ ആ സൈനികരുടെ ആ വിശേഷതകൾ അല്ലെങ്കിൽ സേനകളിലുള്ള ആ ക്വാളിറ്റീസ് എല്ലാം അയാളും അത് അതേപോലെ ചെയ്യാൻ ശ്രമിച്ചു. ഉन्होंने सेना में 2000 मुसलमान भर्ती किए. അതുപോലെ സ്വന്തം സേനയിൽ 2000 मुसलमान ने जोली കൊടുത്തു. सभी हिंदू सैनिकों और अधिकारियों को उन्होंने घोड़े पर सवार होकर തീർ ചലാനെ കി കലാ സിഖായ. അതുപോലെ തന്നെ ഹിന്ദു സൈനികരെയും അതുപോലെ അധികാരികളെയെല്ലാം കുതിരപ്പുറത്തിരുന്നുകൊണ്ട് എങ്ങനെയാണ് അമ്പ് അയക്കാൻ പറ്റുമെന്നുള്ളതും അതിൻ്റെ പരിശീലനങ്ങളും കൊടുത്തു. अपनी नई सेना को लेकर राज्य विस्तार के लिए निकल पड़े. അങ്ങനെ ആ പുതിയ രാജ്യവിസ്താറിന് വേണ്ടി ഈ പുതിയ സേനയായിട്ട് നീങ്ങി. എന്നുവെച്ചാൽ പുതിയ സേന എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2000 മുസൽമാൻ പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഹിന്ദു സൈനികരെ അതുപോലെ അധികാരികളെല്ലാം അമ്പും വില്ലും ഒക്കെ പ്രയോഗിക്കാനായിട്ട് ഈ കുതിരപ്പുറത്തിരുന്ന് പ്രയോഗിക്കാനായിട്ടുള്ള ആ പരിശീലനവും കൊടുത്തിരുന്നു. ഈ ഒരു ആർമിയുമായിട്ടാണ് സ്വന്തം രാജ്യവിസ്താരത്തിന് വേണ്ടി പുറപ്പെട്ടത്. മഗർ മൗജൂദ സീമാओं से सहमत होना पड़ा. പക്ഷേ അത് പറ്റിയില്ല. ഉള്ളതിൽ തന്നെ തൃപ്തിപ്പെടേണ്ടി വന്നു. बाद में केरल की तरफ आगे बढ़ते गए. അങ്ങനെ പിന്നെ കേരളിലേക്ക് വന്നു. जहाँ उन्होंने किबलों के शासक तथा उन्हें अन्य सरदारों को पराजित किया. അന്നേരം ആ സമയത്തുള്ള ഇവിടുത്തെ കിബിലിൻ്റെ ശാസക്കായിരുന്നു. അവരെ പരാജിत ചെയ്ത് തോൽപ്പിച്ചു. അതുപോലെ തന്നെ സർദാറന്മാരെ എല്ലാം തോൽപ്പിച്ചു. उन्होंने लंका पर भी चढ़ाई की. അതുപോലെ ശ്രീലങ്കയും ആക്രമിച്ചു. और वहाँ से काफ़ी मात्रा में उपहार प्राप्त किया. അവിടെ നിന്ന് ഒരുപാട് ഉപഹാരങ്ങൾ അവർക്ക് കിട്ടി. കാലിക്കट के शासक और यहाँ तक के पेगू और तानासेरिन में सत्तारूढ़ बर्मा के राजा भी उनको भेंट अर्पण करते थे. അന്നേരം അത് മാത്രമല്ല കാലിക്കറ്റിലെ രാജാവും അതുപോലെ പല രാജ്യങ്ങളുടെ രാജാക്കന്മാരും അതിൽ ഒരുപാട് ഭേണ്ട് അല്ലെങ്കിൽ ഒരുപാട് എന്തുവാ ഭേണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തു. अपने शासनकाल के अंत समय तक देवराय द्वितीय संपूर्ण दक्षिण भारत पर विजय प्राप्त करने तथा साम्राज्य को समृद्ध बनाने में सफल रहे थे. അന്നേരം ഈ സ്വന്തം ഭരണകാലത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ദക്ഷിൺ ഭാരതം അതുപോലെ തന്നെ ആ സാമ്രാജ്യം സമൃദ്ധമാക്കാനായിട്ടും അയാൾ സഫലായിരുന്നു. യഹി വഹ സമയ था जब खोजी यात्री निकालो कोटी तथा फारसी इतिहासकार अब्दुल रज़ाक ने यहाँ का दौरा किया. ആ സമയത്താണ് ഇവിടെ ഈ ജേർണലിസ്റ്റായ ഖോജി യാത്രി എന്ന് പറഞ്ഞാൽ ഈ ജേർണലിസ്റ്റ് യാത്രികളുണ്ടല്ലോ അവർ ഇവിടെ നിക്കോള കോണ്ടി അതുപോലെ തന്നെ ഫാർസി ഇതിഹാസ്കാർ ഫാർസി ഹിസ്റ്റോറിയനായ അബ്ദുൾ റസാഖും എല്ലാം ആ സമയത്താണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. അന്നേരം എഴുതി വെച്ച് ആ ഹിസ്റ്ററി വെച്ചാണ് നമുക്ക് ഈ കഥകളെല്ലാം മനസ്സിലാവുന്ന ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? കേക്കാവോ പറയുന്നേ? राज्य के विस्तार के अलावा देवराय द्वितीय के शासनकाल में कला और संस्कृति को पूरे राज्य में काफ़ी प्रोत्साहन मिला. അന്നേരം രാജ്യത്തിൻ്റെ വിസ്താരം മാത്രമല്ല നടന്നത്, ദേവരായ് ദ്വിതീയയുടെ സമയത്ത് കലയും സംസ്കാരമെല്ലാം पूरे राज्य में उसको क्या मिला था? कला और संस्कृति को प्रोत्साहन मिला था. राजा स्वयं एक कवि थे. राजा स्वयं ഒരു കവിയായിരുന്നു. और कन्नड़ में സൗഭാഗ്യന സോനെ का लेखन किया. അന്നേരം അത് ഇമ്പോർട്ടൻ്റ്, അത് ഓർത്ത് വെച്ചേക്കണം, എഴുതി വെച്ചേക്കണം. രാജ സ്വയം എന്തുമായിരുന്നു? ദേവരായ് ദ്വിതീയ ഒരു കവിയായിരുന്നു. അതുപോലെ കന്നഡ് ഭാഷയിൽ എന്ത് എഴുതിയില്ല, ഏത് ലേഖനാണ് എഴുതിയിരുന്നത്?
सुहागिना सोनी എന്ന് പറയുന്ന ലേഖൻ എഴുതിയിട്ടുണ്ട്. जो लेखक द्वारा अपनी पत्नी को व्याख्यान के रूप में सुनाई जाने वाली रुमानी कहानियों में का एक संग्रह है. അതായത് അർത്ഥത്തിൽ जो लेखक द्वारा क्या किया गया था, अपनी पत्नी को, സ്വന്തം ഭാര്യയെ को व्याख्यान के रूप में, അതിനെ വ്യാഖ്യാൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു റുമാനി കഹാനിയുടെ ഒരു സംഗ്രഹമാണ് സൗഭാഗ്യന സോനി. हाथियों के शिकार की कला में निपुण होने के कारण उन्हें गज വേട്ടക്കാര या गज വേട്ടക്കാര की उपाधि प्रदान की गई. अनरम അത് इम्पोर्टेंट ആണ്. देवराय द्वितीय को कौन सी उपाधि मिली थी? उन्हें हाथियों की शिकार की कला എന്ന് വെച്ചാൽ ഹാത്തികളെ എങ്ങനെയാണ് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കലയിൽ എഫിഷ്യൻ്റ് ആയ കാരണമായിരുന്നു അയാൾക്ക് ഈ ഒരു ഉപാധി കിട്ടിയിരുന്നത്. ഏതാ? गज वेटकरा या गज वेटकारा की उपाधि उन्हें मिली थी. इस काल में पूरी राजधानी में कई मंदिरों का निर्माण कराया गया. അതുപോലെ തന്നെ ക്യാപിറ്റൽ സിറ്റിയിൽ ഒരുപാട് അമ്പലങ്ങൾ കെട്ടി. कला को प्रोत्साहित किया गया. കലകളെയൊക്കെ പ്രോത്സാഹനം കൊടുത്തു. സിലോൺ से भेंट स्वरूप राजस्व अर्जित किया जाता था. അതുപോലെ തന്നെ സിലോണിൽ നിന്നും ഭേണ്ടായിട്ട് പുരസ്കാരമായിട്ട് ഒരുപാട് എന്താ വെച്ചാൽ പൈസകൾ കിട്ടുമായിരുന്നു. കന്നഡ് കവി तक्कना के नेतृत्व में संस्कृत और स्थानीय भाषाओं के विद्वानों को പ്രോത്സാഹൻ दिया जाता था. അന്നേരം കന്നഡ് കവിയുടെ പേരാണ് തക്കന. ഈ തക്കനയുടെ നേതൃത്വത്തിൽ സംസ്കൃതവും അതുപോലെ തന്നെ ആ സമയത്തുള്ള സ്ഥാനീയ ഭാഷകളുടെ സ്കോളേഴ്സിനും ഒക്കെ പ്രോത്സാഹനം കൊടുത്തിരുന്നു. इस साम्राज्य ने आर्थिक और सांस्कृतिक रूप से समृद्धि के एक गौरवशाली युग में प्रवेश किया, जिसे संगमा राजवंश के सुवर्ण युग के रूप में जाना जाता है. അന്നേരം ഈ ഒരു സമയത്ത് ഈ സാമ്രാജ്യനെ इस समय എന്ന് വെച്ചാൽ ഈ ദേവരായ ദ്വിതീയക്ക് സമയം ആർത്തിക് വെച്ചാൽ ഫിനാൻഷ്യലായിട്ടും സാംസ്കാരികമായിട്ടും ഒരുപാട് സമൃദ്ധി ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു. ജിസെ സംഗമ രാജവംശയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ രാജവംശിൻ്റെ സ്വർണ്ണ യുഗമായിട്ടാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി നാളെ എടുക്കാം. ബാക്കി അന്നേരം ഇന്ന് വന്നവരെല്ലാം അറ്റൻഡൻസ് ഒന്ന് എനിക്ക് അയച്ചു തരണേ. ഇന്ന് വന്നവരെ അറ്റൻഡൻസ് അയച്ചു തരണേ. അശ്വതി, കേക്കാവോ പറയുന്നേ? കേക്കാവോ നിങ്ങൾക്ക് പറയുന്നത്? അതുപോലെ തന്നെ ഇന്നത്തെ പഠിപ്പിച്ച് എല്ലാം വായിച്ചു നോക്കണം. ഇതിന്റെ നോട്ട്സ് ഉണ്ടോ കയ്യില്? ഇതിന്റെ നോട്ട്സ് ഉണ്ടോ? അതിനകത്ത് നിങ്ങൾ കോപ്പി എടുത്തതിനകത്തുണ്ടോ ഇതിന്റെ നോട്ട്സ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആർക്കും അറിഞ്ഞുകൂടായോ? ഇന്നത്തെ ലീഡർ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ നാളെ എടുക്കുമ്പം ഇതിന്റെ നോട്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് പറയണം. കേട്ടോ പറയുന്നേ?